ഫെബ്രുവരി 6-ന് റിലീസിനൊരുങ്ങുകയാണ് ഭാവന പ്രധാന വേഷത്തിലെത്തുന്ന അനോമി എന്ന സിനിമ. അനോമി നടിയുടെ കരിയറിലെ 90-ാം സിനിമയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി പേളിയ മാണിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാവന. താൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തെ അനുഭവങ്ങൾ നടി അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. ഭാവനയുടെ തമിഴ് സിനിമകളിൽ പ്രേക്ഷക പ്രീതി നേടിയ സിനിമകളിലൊന്നാണ് ദീപാവലി. ജയം രവിയും ഭാവനയും ഒന്നിച്ച ചിത്രത്തിലെ പാട്ടുകളും ഹിറ്റായി മാറിയിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള രസകരമായ ഓർമ്മകൾ ഭാവന അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. നേരത്തെ പരാശക്തി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ജയൻ രവി പേളിയുടെ ഇതേ ഷോയിൽ വന്നിരുന്നു. ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിയാണ് രവി തിരിച്ചുപോയത്. വൈറലായി മാറിയ ആ അഭിമുഖം താനും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാവന തുടങ്ങുന്നത്. ഇതുപോലത്തെ ഒരു അഭിമുഖം ഇതുവരെ രവി എവിടെയും കൊടുത്തിട്ടുണ്ടാവില്ല. ഇവിടെ വന്നിരുന്ന് മൂക്കൊക്കെ ചീറ്റുന്നത് കണ്ടുവെന്നും ഭാവന പറയുന്നുണ്ട്. ദീപാവലിയുടെ ഷൂട്ടിംഗ് സമയത്ത് നല്ല രസമായിരുന്നു. പരസ്പരം കളിയാക്കിയൊക്കെയാണ് ഓരോ ദിവസവും കടന്നുപോയത്. ഞങ്ങൾ രണ്ടുപേരും തീർത്തും വ്യത്യസ്തമായ സ്വഭാവക്കാരാണ്. രവിയെ സംബന്ധിച്ച് ഇന്ന് എന്തെങ്കിലും സീരിയസ് സീനോ ഇമോഷണൽ സീനോ എടുക്കുകയാണെങ്കിൽ അന്ന് രാവിലെ വന്നാൽ മുതൽ രവിയും ഭയങ്കര സീരിയസ് ആയിരിക്കും. ആരോടും മിണ്ടുകയൊന്നുമില്ല. ആ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടി ദൂരെ മാറി ഒരു ചെയറിലിരിക്കും. നേരെ വിപരീതമാണ് ഞാൻ. മരിക്കാൻ പോകുന്ന ഒരു സീനാണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാലും ഓടിച്ചാടി എല്ലാവരോടും സംസാരിച്ച് നടക്കുകയായിരിക്കും. ഫുഡ് വന്നോ കഴിച്ചോ എന്നൊക്കെയായിരിക്കും എൻ്റെ ചിന്ത. ഞാൻ പോയി രവി എന്ന് വിളിച്ച് സംസാരിക്കാൻ പോകും. പറയെന്ന് പറഞ്ഞ് പുച്ഛത്തോടെ രവി എന്നെ നോക്കും. ഒരു കാര്യവുമില്ലാത്ത കാര്യം പറയാനായിരിക്കും ഞാൻ പോയത്. അതിന് എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞ് രവി ഒഴിവാക്കി വിടും. പിന്നെയും ഞാൻ രവി എന്ന് വിളിച്ചു പോകും. അവസാനം രവി സംവിധായകനോട് പറഞ്ഞു, സർ പ്ലീസ് ദയവ് ചെയ്ത് ഇവരോട് ഒന്ന് മിണ്ടാതിരിക്കാൻ പറയൂ. ഭയങ്കര ശല്യമാണ് സാർ, എനിക്ക് മൂടേ വരുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംവിധായകൻ 7-ൽ സാർ എന്നോട് ചോദിക്കും, നിനക്ക് വാ വേദനിക്കുന്നില്ലേ, കടയുന്നില്ലേ എന്നൊക്കെ. ഞാൻ അതുവരെ തുള്ളിക്കളിച്ചാലും ഇമോഷണൽ സീനാണെങ്കിൽ പോയി ചെയ്തിട്ട് പിന്നെയും വർത്തമാനം പറയാൻ തുടങ്ങും. ഫണ്ണി സീൻ എടുക്കുന്ന ദിവസം രവി ഹാപ്പി ആയിരിക്കുമെന്നും ഭാവന പറയുന്നു.